ഞങ്ങൾ ഇന്ന് കുമ്പിള് കുത്താൻ വേണ്ടി പോട്ടെ. എന്താണെന്നറിയോ കുമ്പിള് കുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിയിടത്തിലൊക്കെ ഈ പാവല് അതങ്ങനെ പടവലം ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് കായ്ച്ചയുടെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും. ഈ കായ്ച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫെർമോൺ ട്രാപ്പുകൾ വെച്ചാൽ തന്നെയും ഒരുവിധം കായ്ച്ചകൾ ഈ നമ്മുടെ കായ്ക്കകത്ത് വന്നിട്ട് കുത്തുന്ന ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കവറൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കായനെ ചുറ്റുമായിട്ട് നമ്മൾ റൗണ്ട് പോലെ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് പിൻ ചെയ്ത് വെക്കും. ആ ഒരു പ്രൊസീജിയറിനെയാണ് കുമ്പിള് കുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുമ്പിള് കുത്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ എൻ്റെ രാവിലത്തെ ജോലി തന്നെയായിരുന്നു ഈ കുമ്പിള് കുത്തിയിടുന്ന പരിപാടി. കുമ്പിള് കുത്തിയിടുന്ന വെച്ചാൽ ഇതുപോലെ നല്ല ഷേപ്പുള്ള നമുക്ക് പാവലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പിള് കുത്തി ഇട്ടാലേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഫെർമോൺ ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരുവിധം മാത്രമേ കായ്ച്ചൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇവിടെ പൊതുവേ ചെയ്യുന്നത് ഇതേപോലെ ന്യൂസ് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ അത് രാവിലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാവലുകൾ ഇതേപോലെ ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്ത് കായ്ച്ച ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുമ്പിള് കുത്തി ഇടുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഇതേ കണക്കൊരു പ്രൊസീജിയർ ആയിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. റീസെന്റ് ആണ് ഈ ഫെർമോൺ ട്രാപ്പും കാര്യങ്ങളൊക്കെ ആൾക്കാർ വെച്ചിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. എങ്കിൽ കൂടിയും ഈ കായ്ച്ചകളുടെ ശല്യം നമുക്ക് ഫെർമോൺ ട്രാപ്പ് വെച്ചാലും മെയിൽ കായ്ച്ചകൾ മാത്രമേ അത് അട്രാക്ട് ചെയ്തുള്ളൂ. ഫീമെയിൽ കായ്ച്ചകൾ വന്ന് മാക്സിമം നമ്മുടെ കായ്ക്കകത്ത് കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു എക്സ്ട്രാ സേഫ്റ്റി എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിടുന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് ഫെർമോൺ ട്രാപ്പിൽ പിടിച്ചിട്ടുള്ള കായ്ച്ചകളാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കായ്ച്ചൽ വന്ന് പെടുമ്പോഴത്തേക്ക് വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം റീഫില്ല് ചെയ്ത് വെക്കുന്നതാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തിട്ട് ഞങ്ങൾ 2-3 പാവലൊക്കെ ഇന്ന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു പാവലിനൊക്കെ ഒരു ടാങ്കി ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.